everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും കിട്ടും. അപ്പോൾ പ്ലേലിസ്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ബൈ സ്നേഹ എന്നാണ്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. അപ്പോൾ എല്ലാവരും ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? മെയിൻ വേർബ്സ് ഇല്ലാത്ത സെന്റൻസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ എങ്ങനത്തെ സെന്റൻസുകളാണ് ഫോം ചെയ്തത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഷീ ഈസ് എ ഡോക്ടർ, ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദേ ആർ സ്റ്റുഡൻസ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ, ഐ ആം ഹംഗ്രി. ഇങ്ങനത്തെ സെന്റൻസുകൾ ഫോം ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കി നിങ്ങൾക്ക് എന്ത് 2 സെന്റൻസുകളാണ് ഫോം ചെയ്യാൻ പറ്റുന്നത്, ഇതുപോലെ മെയിൻ വേർബ്സ് ഇല്ലാത്ത സെന്റൻസുകൾ, ഏത് സെന്റൻസുകളൊക്കെയാണ് ഫോം ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നിങ്ങൾക്ക് പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ അതൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളവർക്കും സെന്റൻസുകൾ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എനി 2 സെന്റൻസുകൾ ഒന്ന് നിങ്ങളുടെ ചുറ്റും നോക്കി നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ പറ്റുക എന്നൊന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ സെന്റൻസുകളൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതൊക്കെ പഠിച്ചു, നമ്മൾ സെന്റൻസ് ഫോം ചെയ്യാൻ പഠിച്ചു, മെയിൻ വേർബ്സ് ഇല്ലാത്ത സെന്റൻസുകൾ ഫോം ചെയ്യാൻ പഠിച്ചു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെന്റൻസുകൾ തന്നെ ഫാസ്റ്റ് ആയിട്ടും പറഞ്ഞു നോക്കാം. നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്തു എന്ന് വിചാരിച്ച് നമുക്കത് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ഒരു പരിചയം വേണം. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഷീ വെച്ചിട്ട് ഒരു സെന്റൻസ് പറയുമ്പോൾ അടുത്തത് നമ്മളിങ്ങനെ കുറേ നേരം ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പോഴേക്ക് നമുക്ക് ടെൻഷൻ ആവും, പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്ലോ ആയിട്ട് തുടങ്ങിയാൽ മതി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സെന്റൻസുകൾ തന്നെ ഒരു വട്ടം വായിച്ചു നോക്കാം, അത് കഴിഞ്ഞ് അതൊന്ന് ഫാസ്റ്റായി പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് ഈ സെന്റൻസുകൾ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കാം. അപ്പോൾ മാക്സിമം സ്പീഡിൽ തന്നെ എൻ്റെ കൂടെ നിങ്ങൾ പറയാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് പറഞ്ഞാലോ? ഷീ ഈസ് എ ഡോക്ടർ, ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദേ ആർ സ്റ്റുഡൻസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഐ ആം ഹംഗ്രി എന്ന് നിങ്ങൾ പറയാൻ കേപ്പബിൾ ആവണം. അത് സ്ലോ ആയിട്ട് തുടങ്ങിയാൽ മതി. ഓക്കെ, നമ്മൾ 1 വട്ടം 2 വട്ടം 5 വട്ടം ഒക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത്ര സ്പീഡിൽ പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഷീ ഈസ്, ഹി ഈസ്, ഐ ആം, യു ആർ, വി ആർ, ദേ ആർ, ഐ വാസ്, ഷീ വാസ്, ഹി വാസ്, അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പം ഈ സെൻറ്റൻസുകൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഐ കഴിഞ്ഞ് ഏത് വേർഡാണ് അല്ലെങ്കിൽ ഷീ കഴിഞ്ഞ് ഏത് വേർഡാണെന്നൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് പറയാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും 2 സെൻറ്റൻസുകൾ ആലോചിച്ച് നിങ്ങൾ കോമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെയിൻ വേർബ് ഉള്ള ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ ഫോം ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ പ്രവൃത്തി എപ്പോൾ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞൊരു പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെയും ഒരു പ്രവൃത്തിയാവാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ടൈം മനസ്സിലാവും നമ്മളത് വായിക്കുമ്പോൾ, ആ ഒരു സെന്റൻസ് നമുക്ക് വായിക്കുമ്പോൾ. അപ്പോൾ കഴിഞ്ഞു പോയൊരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? പാസ്റ്റിൽ കഴിഞ്ഞൊരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നതാണെങ്കിൽ പ്രസന്റിലെ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിക്കവർക്കും ഒരു വേർഡ് ഓർമ്മ വന്നിട്ടുണ്ടാവും, ടെൻസസ് എന്നുള്ള ഒരു ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ടീച്ചർ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇപ്പോൾ ടെൻസസ് ആണ് പഠിപ്പിച്ചു തരാൻ പോണേന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ടെൻസസ് അങ്ങനെ പഠിക്കണില്ല. അത്യാവശ്യമായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ടെൻസസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെൻസസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ഫ്രം മലയാളം ടു ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ടെൻസസ് ഓരോന്നായിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു മലയാള വാചകവും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ ട്രിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ടെൻസസും ഓരോന്നും നമ്മൾ അത്രയും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാം. ഞാനിവിടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് മാത്രം അതിനാവശ്യമുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അപ്പോൾ മെയിൻ വേർബുള്ള ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം, പിന്നെ നമ്മൾ വേർബ് എഴുതും, പിന്നെ ഒബ്ജക്റ്റ് വരും.
മനസ്സിലായോ? അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പാസ്റ്റിൽ, അതായത് മുൻപ് കഴിഞ്ഞു പോയൊരു പ്രവൃത്തി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചില സെന്റൻസുകളാണ് അവൾ ഉറങ്ങി, അവൾ പഠിച്ചു, കളിച്ചു എന്നൊക്കെയുള്ള സെന്റൻസുകൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അവൻ കളിച്ചു എന്ന് പറയണം. അപ്പൊ നമ്മൾ ഹീ പ്ലേ എന്ന് പറഞ്ഞാൽ അവൻ കളിച്ചു എന്ന അർത്ഥം വരുമോ? ഇല്ല. അപ്പോ കളിക്കുക എന്നാണ് പ്ലേയുടെ അർത്ഥം. അപ്പോ അവൻ കളിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ വേർബിന് എന്തോ ഒരു മാറ്റം വരുത്തണ്ടേ? അപ്പൊ ഇങ്ങനെ അവൻ കളിച്ചു, പഠിച്ചു, എഴുതി എന്നൊക്കെ പറയണമെങ്കിൽ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതാം, പിന്നെ വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതാം, പിന്നെ ഒബ്ജക്റ്റ് എഴുതാം. മനസ്സിലായോ? അപ്പൊ അവൻ കളിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും? അപ്പൊ പ്ലേ എന്നുള്ള ഒരു വേർബാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ കളിച്ചു എന്ന് പറയാൻ നമ്മൾ പ്ലേയുടെ കൂടെ ഇഡി ആഡ് ചെയ്യുക. അപ്പൊ ആദ്യം സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവനാണ്. അപ്പൊ നമ്മൾ ഹീ എഴുതി, പ്ലേഡ് എന്ന് എഴുതി. മനസ്സിലായോ? അപ്പൊ ഹീ പ്ലേഡ് എന്നായി. ഇനി ഇതേ സെന്റൻസ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയാലോ? അവൻ ഇന്നലെ ഹോക്കി കളിച്ചു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ തന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതാ, ഹീ എഴുതി, ഇനി നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതി, പ്ലേഡ് എഴുതി. ഇനി നമുക്ക് ഈ വേർബിനോട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് എന്ന് ചോദിക്കുക. എന്താണ് അവൻ കളിച്ചത്? ഹോക്കിയാണ്. ഹോക്കി എന്ന് എഴുതാ, വെൻ എന്ന് ചോദിക്കുക. എപ്പോഴാണ് കളിച്ചത്? ഇന്നലെയാണ്. അപ്പൊ യെസ്റ്റർഡേ എന്ന് എഴുതുക. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഹി പ്ലേഡ് ഹോക്കി യെസ്റ്റർഡേ. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ഒരു സെന്റൻസിൽ നമ്മൾ പ്ലേ എന്നുള്ള വേർബിന് ഒരു ഇഡി ആഡ് ചെയ്തപ്പോൾ എന്തായി? വേർബിന്റെ സെക്കൻഡ് ഫോം ആയി. അപ്പൊ മിക്ക വേർബ്സും ഇതുപോലെ ഇഡി ആഡ് ചെയ്ത് കഴിഞ്ഞ വേർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒക്കെ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? എന്നാൽ ചില വേർഡ്സുകളുണ്ട്, അത് നമ്മൾ പഠിച്ച് തന്നെ എടുക്കണം. V2 V3 ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അവൾ എഴുതി എന്ന് നമുക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ പറയും? ഷീ റൈറ്റ് എന്ന് പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആവോ? ഇല്ല. നമുക്ക് എങ്ങനെ പറയാം? ഷീ റോട്ട് എന്ന് പറയാം. ഇനി നമുക്ക് ഇതേ സെന്റൻസ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കണം എന്ന് വിചാരിക്കേ. അവൾ ഒരു കത്ത് എഴുതി എന്ന് നമുക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമുക്ക് പറയാം ഷീ റോട്ട്. ഇനി റോട്ടിനോട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് എന്ന് ചോദിക്കാം. ഒരു കത്താണ്, അപ്പൊ എ ലെറ്റർ എന്ന് പറയാം. ഷീ റോട്ട് എ ലെറ്റർ. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ. അവൾക്ക് മനസ്സിലായി എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ മനസ്സിലാകുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മനസ്സിലായി എന്ന് നമുക്ക് പറയണമെങ്കിൽ ഷീ അണ്ടർസ്റ്റുഡ് എന്ന് പറയും. ഇനി ഇതേ സെന്റൻസ് നമുക്ക് അവൾക്ക് മനസ്സിലായില്ല എന്ന് നമുക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ പറയും? അപ്പൊ ഇല്ല എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നോട്ട് എന്നുള്ളത്. അപ്പോ ഷീ നോട്ട് അണ്ടർസ്റ്റുഡ് എന്നാണ് നമ്മൾ പറയാ. അല്ല, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം, പിന്നെ നമ്മൾ ഡിഡ് നോട്ട് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യണം. അപ്പൊ ഷീ ഡിഡ് നോട്ട്, ആ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതാം, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഷീ അണ്ടർസ്റ്റുഡ് എന്നുള്ള സെന്റൻസിൽ ഇവിടെ അണ്ടർസ്റ്റുഡ് എന്നുള്ളത് V2 ഫോം അല്ലേ, അതായത് വേർബിന്റെ സെക്കൻഡ് ഫോം അല്ലേ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ അതെവിടെ പോയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് എന്താണ്? ആദ്യം നമ്മൾ ഷീ എഴുതി, ഇനി നമ്മൾ ഡിഡ് നോട്ട് എന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡ് നോട്ട് എന്നുള്ളത് ഡു നോട്ടിന്റെ സെക്കൻഡ് ഫോം ആണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ V2 എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഷീ ഡിഡ് നോട്ട്, ആ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതാം, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. അപ്പൊ ഷീ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നായി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? കഴിഞ്ഞു പോയൊരു കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ V2 എഴുതണം വേർബിന്. അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇനി നമുക്ക് ഈ ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ ഡിഡ് നോട്ട് യൂസ് ചെയ്യണം, വേർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് കുറച്ചുകൂടിയും പ്രാക്ടീസ് ചെയ്യാം. അപ്പോ ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, വിരാട് കോഹ്ലി നന്നായി കളിച്ചു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതാം. അപ്പൊ വിരാട് കോഹ്ലിയാണ്. അപ്പൊ വിരാട് കോഹ്ലി കളിച്ചു എന്ന് പറയാൻ നമ്മൾ പ്ലേ എന്നുള്ള വേർബിന്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യണം. ഇപ്പൊ വിരാട് കോഹ്ലി പ്ലേഡ്. എങ്ങനെയാണ് കളിച്ചത്? ഹൗ ഡിഡ് ഹി പ്ലേ? നന്നായാണ് കളിച്ചത്. അപ്പൊ വെൽ എന്ന് പറയാം നമുക്ക്. അപ്പൊ വിരാട് കോഹ്ലി പ്ലേഡ് വെൽ എന്ന് പറഞ്ഞു. ഇനി ഇതേ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കണം. വിരാട് കോഹ്ലി നന്നായി കളിച്ചില്ല എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാക്കും? വിരാട് കോഹ്ലി ഡിഡ് നോട്ട് പ്ലേ വെൽ എന്ന് പറയും.
ഇനി നമുക്ക് ഇപ്പൊ ഈ രണ്ട് സെന്റൻസിൽ നിന്ന് എന്താ മനസ്സിലായത്? വിരാട് കോഹ്ലി നന്നായി കളിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വിരാട് കോഹ്ലി നന്നായി കളിച്ചില്ല എന്ന് പറഞ്ഞാലും ഇവിടെ അർത്ഥം വരുന്നത് എന്താണ്? ഈ പ്രവൃത്തി മുൻപ് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ ഈ പ്രവൃത്തി പാസ്റ്റിൽ കഴിഞ്ഞൊരു പ്രവൃത്തിയാണ്. ഇനി നമുക്ക് ചോദ്യം ചോദിക്കണം എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളോട് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കില്ലേ, വിരാട് കോഹ്ലി നന്നായി കളിച്ചോ എന്ന് ചോദിക്കില്ലേ? ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയോ? ഡിഡ് എഴുതണം ആദ്യം, പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം എഴുതും. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡിഡ് വിരാട് കോഹ്ലി പ്ലേ വെൽ എന്ന് ചോദിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിലായാലും ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രവൃത്തി കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റുന്നത്. നന്നായി കളിച്ചോ എന്ന് ചോദിച്ചാൽ ആ പ്രവൃത്തി കഴിഞ്ഞതാണ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? വിരാട് കോഹ്ലി പ്ലേഡ് വെൽ, വിരാട് കോഹ്ലി ഡിഡ് നോട്ട് പ്ലേ വെൽ, അതുപോലെ തന്നെ ഡിഡ് വിരാട് കോഹ്ലി പ്ലേ വെൽ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പൊ നമുക്ക് ഡിഡ് നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ഡിഡന്റ് എന്ന് പറയാം, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ചധികം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൾ പോയി എന്ന് പറയണം. അപ്പൊ തന്നെ നമ്മൾ എന്ത് പറയണം? ഷീ വെന്റ് എന്ന് പറയണം. അതായത് സബ്ജക്റ്റ് എഴുതി വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതി. അപ്പൊ ഷീ വെന്റ്. ഇനി നമുക്ക് അതിനെ ആഡ് ചെയ്യണമെങ്കിൽ ഷീ വെന്റ് ദേർ എന്ന് പറയാം. ഇനി ഇതേ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഷീ ഡിഡ് നോട്ട് ഗോ ദേർ എന്ന് പറയും. അപ്പൊ ഇവിടെ ആദ്യത്തേല് നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതിയപ്പോൾ വി ടു യൂസ് ചെയ്തു. എന്നാൽ അത് നെഗറ്റീവ് ആക്കിയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഡിഡ് നോട്ട് എഴുതി വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഷീ ഡിഡ് നോട്ട് ഗോ ദേർ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതൊരു ചോദ്യമാക്കണം. എങ്ങനെ നമ്മൾ ഫോം ചെയ്യും? ആദ്യം നമ്മൾ ഡിഡ് എഴുതാം, പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതാം, വേർബിന്റെ ഫസ്റ്റ് ഫോം എഴുതാം. നമ്മൾ എങ്ങനെ ചോദിക്കും? ഡിഡ് ഷീ ഗോ ദേർ എന്ന് ചോദിക്കാം, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സെന്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചധികം എക്സാമ്പിൾസ് തന്നെ ഇതുപോലെ പറഞ്ഞു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കുക, അവൾ ചിരിച്ചു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ലാഫ്ഡ് എന്ന് പറയും. അപ്പൊ അതായത് ലാഫ് എന്നുള്ള വേർബിനെ നമ്മൾ ലാഫ്ഡ് എന്നാക്കി ഇഡി ആഡ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഷീ ലാഫ്ഡ്. ഇനി നമ്മൾ നെഗറ്റീവ് ആക്കാൻ ഷീ ഡിഡ് നോട്ട് ലാഫ്. ഇനി നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ ആക്കാൻ ഡിഡ് ഷീ ലാഫ് എന്ന് ചോദിക്കാം, മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ, അവൻ സംസാരിച്ചു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹി സ്പോക്ക് എന്ന് പറയും. ഇനി നമുക്ക് ഇതേ സെന്റൻസ് നെഗറ്റീവ് ആക്കണം. ഇങ്ങനെ നമ്മൾ പറയും he didn't speak എന്ന് പറയും. അതായത് ഡിഡ് നോട്ടിനെയാണ് നമ്മളിവിടെ ഡിഡന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ he didn't speak അല്ലെങ്കിൽ he didn't speak എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ആക്കാം. എങ്ങനെ നമ്മൾ ചോദിക്കുക? ഡിഡ് he speak എന്ന് ചോദിക്കാം, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയണതിൻ്റെ ഒരു 10% മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആകെ 3 കാര്യങ്ങളാണ് നമുക്ക് ആലോചിച്ച് വെക്കാനുള്ളത്. നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം പറയുമ്പോൾ അപ്പൊ തന്നെ വേർബിന്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യണം. ഇതേ സെന്റൻസ് നമ്മൾ നെഗറ്റീവിലാക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് എഴുതാ, ഡിഡ് നോട്ട് എഴുതാ, പിന്നെ അവിടെ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യുക. ഇനി ഇതൊരു ചോദ്യമാക്കണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഡിഡ് എഴുതുക, സബ്ജക്റ്റ് എഴുതുക, വേർബിന്റെ ഫസ്റ്റ് ഫോം എഴുതുക, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കുറച്ചധികം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ വേർബ്സ് എടുത്ത് കുറച്ച് എക്സാമ്പിൾസ് ഇതുപോലെ 3 ഫോംസ്, അതായത് ആദ്യത്തെ 2 സെന്റൻസും തേർഡ് വൺ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഫോം ചെയ്ത് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ വേർബ് എന്ന് പറയുന്നത് ആസ്ക് ആണ്. അപ്പൊ നമുക്കിപ്പോ പറയേണ്ടത് അവർ ചോദിച്ചു എന്നാണ് പറയേണ്ടത്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ദേ ആസ്ക്ഡ്. നെഗറ്റീവ് ആക്കാൻ ദേ ഡിഡന്റ് ആസ്ക്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡിഡ് ദേ ആസ്ക് എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി ഞാനൊരു വേർബ് പറയാം, ടേക്ക് എന്നാണ്. ഇപ്പൊ ടേക്ക് വെച്ച് ഇപ്പൊ നമുക്ക് പറയണമെന്ന് വിചാരിക്കുക, അവൻ എൻ്റെ ബുക്ക് എടുത്തു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമുക്ക് പറയാം, ഇവിടെ സബ്ജക്റ്റ് അവനാണ്. അപ്പൊ നമ്മൾ ഹി എഴുതി, ടുക്ക് എഴുതി. ഇനി എൻ്റെ ബുക്ക് എന്ന് പറയുമ്പോൾ മൈ ബുക്ക് എന്ന് എഴുതാം. ഹി ടുക്ക് മൈ ബുക്ക് എന്ന് പറയാം. ഇത് നെഗറ്റീവ് ആക്കാൻ ഹി ഡിഡ് നോട്ട് ടേക്ക് മൈ ബുക്ക് എന്ന് പറയും. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആക്കാൻ ഡിഡ് ഹി ടേക്ക് മൈ ബുക്ക് എന്ന് ചോദിക്കാം. ഇനി വേറൊരു വേർബ്, കോൾ എന്നുള്ളൊരു വേർബ്. ഇത് നമ്മൾ എങ്ങനെ സെന്റൻസിലാക്കും? ഇപ്പൊ എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, അവൻ ഇന്നലെ എന്നെ വിളിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമുക്ക് പറയാം, ഹി കോൾഡ് മീ യെസ്റ്റർഡേ എന്ന് പറയാം, മനസ്സിലായോ? അപ്പൊ ഹി കോൾഡ് മീ യെസ്റ്റർഡേ. ഇത് നെഗറ്റീവ് ആക്കാൻ ഹി ഡിഡ്ന്റ് കോൾ മീ യെസ്റ്റർഡേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ എങ്ങനെ നമ്മൾ ഫോം ചെയ്യാം? ഡിഡ് ഹി കോൾ മീ യെസ്റ്റർഡേ എന്ന് ചോദിക്കാം.
അപ്പം നിങ്ങളിങ്ങനെ ഇതുപോലെ വേർബ്സ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് റിപ്പീറ്റേഷൻ ഇസ് ദ കീ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റുള്ളൂ. കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു വേർബ് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇതുപോലെ 2 സെൻറ്റൻസുകൾ ഒരു ക്വസ്റ്റ്യനും ഫോം ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ തരുന്ന വേർബ് എന്ന് പറയുന്നത് എൻജോയ് എന്നാണ്. ഓക്കെ, ഞാൻ ഈ പാർട്ടി എൻജോയ് ചെയ്തു എന്ന് പറയണം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇനി ഇതേ സെൻറ്റൻസ് നിങ്ങൾ ഞാൻ ഈ പാർട്ടി എൻജോയ് ചെയ്തില്ല, ഞാൻ ഈ പാർട്ടി എൻജോയ് ചെയ്തോ എന്ന് ചോദിക്കണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈസിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇംഗ്ലീഷിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.